അപ്പോൾ വീണ്ടും നമ്മൾ പോലീസുകാർ ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവിടെ കുറെ പേര് എന്നെ സ്നേഹം കൊണ്ട് ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെന്ന് പറഞ്ഞ് അവരൊക്കെ വന്ന് ആ സ്നേഹം പങ്കിടുകയാണ്. നിങ്ങൾക്ക് എന്താ നമ്മുടെ ചാനൽ കാണുമ്പോഴത്തേക്ക് ഇത്രയും ഒരു സാധാരണഗതി നിങ്ങൾ സിനിമാക്കാരെയൊക്കെ കൂടെ പോയല്ലേ സെൽഫി ഒക്കെ എടുക്കുക, എന്താ നിങ്ങൾക്ക് അത്രയും ഒരു സ്നേഹം തോന്നാനുള്ള കാരണം എന്താ? അത് ടീച്ചർമാർ സ്നേഹിക്കുന്നതൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇതായി തോന്നുന്നു. അത്രയും ഗംഭീരമായ അവതരണം. അവതരണ ശൈലി ഗംഭീരം. അപ്പൊ നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാണെന്നുള്ള സ്ഥിതിക്ക് അങ്ങനെ തന്നെ തുടരാലോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു അതായത് ഒരു ജെൻ സെഡ് ആണല്ലേ, ജെൻ സി, ജെൻസിയുടെ ഒരു ഒപ്പീനിയൻ എന്താ, ഇങ്ങനെ തുടർന്നാ മതിയോ? മതിയല്ലോ, അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനെ തന്നെ തുടരാം. അപ്പൊ ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. 2025 കുറച്ച് എറിനു 2025 ഞാൻ കുറച്ചൊന്ന് മാറാമെന്ന് വിചാരിച്ചായിരുന്നു. ഇവര് വേണ്ടാന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ വേണോ? ഇപ്പൊ തന്നെ വൈബാണ്. അപ്പൊ ഇതിൽ കൂടുതൽ എന്തായിരിക്കും അവസ്ഥ? നമ്മള് വൈബോത്സവമാണല്ലേ, കലോത്സവം. അപ്പൊ നിങ്ങളുടെ ഇത്തവണയും ഫസ്റ്റ് അടിക്കുമെന്നുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പക്ഷെ ഒന്നും പറയുന്നില്ല. എല്ലാവരും മത്സരിക്കുമല്ലേ. അപ്പൊ നിങ്ങളുടെ തിരുവാതിര കൂടെ നമുക്കൊന്ന് കണ്ടാലോ? സെറ്റാണോ? അപ്പൊ നമ്മുടെ ടീമിന്റെ പേര് അപ്പൊ പേരാമ്പ്ര വൈബ്, കലോത്സവത്തിലെ തിരുവാതിരയിലെ പേരാമ്പ്ര വൈബ് നമ്മൾ കാണാൻ പോവാണ്. ആ വൈബിലേക്ക് നമ്മുടെ സ്റ്റേജിലേക്ക് സ്വാഗതം. റെഡി ആക്കിക്കോ റിനു. അതിനു മുമ്പ് നമുക്ക് വേദി 13 ചെണ്ടമേളം നടക്കുന്നുണ്ട്. വേദി 13 ഇപ്പോ ചെണ്ടമേളം കഴിഞ്ഞു തോന്നുന്നു. ഒരെണ്ണം കഴിഞ്ഞു, ഒരു പെർഫോമൻസ് കഴിഞ്ഞു. നമുക്ക് വേറൊരു കഥ വരുന്നുണ്ട്. നമ്മൾ ആ തിരുവാതിര തയ്യാറാകുമ്പോഴേക്കും